നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ സംഭവ ബഹുലമായിരുന്നു മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ. കൂടുമാറ്റങ്ങളും സഖ്യം ചേരലുകളും പിളർപ്പുകളും കൊണ്ട് വളരെയധികം കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നത്. വെട്ടലും വെട്ടിവീഴ്ത്തലും കാലുവാരലും ഇങ്ങനെയെല്ലാം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടതാണ്. കളിച്ച കളികളുടെ ബലത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും മറാത്ത മണ്ണ് കൈവിടില്ലെന്ന NDAയുടെ അഹങ്കാരത്തിനുമേൽ കൊടും വെട്ടുവെട്ടിയിരിക്കുകയാണ് മഹാവികാസ് അഘാഡി സഖ്യം. പാർട്ടിയുടെ പേരും ചിഹ്നവും വരെ നഷ്ടമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഉദ്ധവ് താക്കറെയും അതുപോലെ ശരത് പവാറും ഇത്തവണ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് എന്ന് വേണം. അത്തരത്തിലാണ് അവർ ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയും പോലും തള്ളിയതാണ് ശരത് പവാറിനെയും അതുപോലെ ഉദ്ധവ് താക്കറെയും. യഥാർത്ഥ ശിവസേനയും NCPയും തങ്ങളാണെന്ന് അവകാശവാദം ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സുപ്രീം കോടതിയെയും സമീപിച്ച ഉദ്ധവ് താക്കറെയും ശരത് പവാറും നേരിട്ടത് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരുന്നു. പിന്നീട് NCPയുടെ ക്ലോക്ക് ചിഹ്നത്തിൽ ഇക്കുറി അജിത് പവാർ പക്ഷവും ശിവസേനയുടെ അമ്പും വില്ലും ചിഹ്നത്തിൽ ഷിൻഡെ പക്ഷവുമാണ് മത്സരിച്ചത്. അങ്ങനെ ശരത് പവാർ വിഭാഗം NCPക്ക് ഇത്തവണ കാഹളം മുഴക്കുന്ന മനുഷ്യൻ ചിഹ്നത്തിലും ഉദ്ധവ് വിഭാഗം ശിവസേന ദീപശിഖ ചിഹ്നത്തിലുമാണ് മത്സരിച്ചത്. എന്നാൽ ശിവസേനയെ പിളർത്തി NDAയ്ക്കൊപ്പം പോയ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തെയും NCP പിളർത്തി NDAയിലെത്തിയ അജിത് പവാർ പക്ഷത്തെയും ജനം തള്ളിക്കളഞ്ഞ കാഴ്ചയാണ് ഇന്ന് നമ്മൾ മഹാരാഷ്ട്രയിൽ കണ്ടത്. ഇതോടെ മഹാരാഷ്ട്രയിൽ യഥാർത്ഥ ശിവസേനയും NCPയും തങ്ങളാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഉദ്ധവ് താക്കറെയും അതുപോലെ ശരത് പവാറും. സംസ്ഥാനത്തെ 48 മണ്ഡലങ്ങളിലെയും ഫലസൂചനകൾ ലഭ്യമാകുമ്പോൾ 29 സീറ്റുകളിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ മഹാവികാസ് അഘാഡി സഖ്യം ലീഡ് ചെയ്യുകയാണ്. 18 സീറ്റുകളിൽ മാത്രമാണ് NDAയ്ക്ക് ലീഡ് നിലനിർത്താനായത്. ഇത് മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ ശക്തമായ താക്കീത് കൂടിയാണ് ഏക്നാഥ് ഷിൻഡെയ്ക്കും അതുപോലെ ഫഡ്നാവിസിനുമൊക്കെയുള്ള അവരെ പോലുള്ള നേതാക്കൾക്കൊക്കെ. ഒരു സീറ്റിൽ 2 മുന്നണികളെയും പിന്നിലാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. മഹാവികാസ് അഘാഡി സഖ്യത്തിൽ കോൺഗ്രസ് 11 സീറ്റുകളിൽ ലീഡ് ചെയ്യുമ്പോൾ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 10 സീറ്റുകളിലും NCP ശരത് പവാർ വിഭാഗം 8 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നുണ്ടെന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നിലനിൽപ്പിന്റെ പോരാട്ടത്തിൽ ഉദ്ധവ് താക്കറെയും ശരത് പവാറും കരുത്തു കാട്ടുന്ന ചിത്രമാണ് മഹാരാഷ്ട്രയിൽ തെളിയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെക്കാനായതോടെ കൂറുമാറ്റ രാഷ്ട്രീയത്തിന് മറാഠ മണ്ണിൽ സ്ഥാനമില്ലെന്നും തങ്ങളുടെ സ്ഥാനം ജനഹൃദയങ്ങളിലാണെന്നും തെളിയിക്കാൻ ഇക്കൂട്ടർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം. അതേസമയം ഉത്തർപ്രദേശിലും കനത്ത തിരിച്ചടിയാണ് BJP നേരിട്ടത്. അഖിലേഷ് യാദവിന്റെയും രാഹുൽ ഗാന്ധിയുടെയും അടക്കമുള്ള അവരുടെ ഒരു കൂട്ടുകെട്ട് തന്നെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഭവിച്ചു. രാമക്ഷേത്രം അത്തരം വിഷയങ്ങളൊന്നും തന്നെ BJPയുടെ വർഗീയ രാഷ്ട്രീയത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു പുതിയ ഉത്തർപ്രദേശിനെയാണ് ഇന്ന് നമുക്ക് കാണാനായത്. അത്തരത്തിലുള്ള വർഗീയ രാഷ്ട്രീയങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം കനത്ത പരാജയമാണ് അത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് നേരത്തെ മുൻകൂട്ടി കണ്ട BJP നേതൃത്വം ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും നമ്മൾ ശ്രദ്ധിച്ചു. അതിൽ നേരിയ റിസൾട്ട് ഉണ്ടാക്കാനൊക്കെ BJPക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുവരെ വന്നിട്ടുള്ള റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.